ഹായ്, ഇന്ന് നമുക്ക് ഡേറ്റ ഫ്ലോ, HRD അറ്റസ്റ്റേഷൻ ആൻഡ് എംബസി, സൗദി എംബസി അറ്റസ്റ്റേഷൻ, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നോക്കിയാലോ. പോവാൻ നമുക്ക് വീഡിയോയിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം കേസ് ആമല്ലോ. ഒന്നാമത്തേത് ഡേറ്റ ഫ്ലോ. എന്താണ് ഡേറ്റ ഫ്ലോ? ഡേറ്റ ഫ്ലോ എന്ന് വെച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് ഡേറ്റ ഫ്ലോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രി ഒരു ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ എല്ലാ വർഷത്തെയും മാർക്ക് ഷീറ്റ്, നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്, നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ദെൻ നമ്മുടെ ഏത് സ്റ്റേറ്റ് കൗൺസിലിംഗ് അണ്ടറിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ദെൻ നമ്മുടെ പാസ്പോർട്ട് കോപ്പി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡേറ്റ ഫ്ലോയ്ക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഈ ഡേറ്റ ഫ്ലോയും കാര്യങ്ങളും നമ്മളൊരു ത്രൂ ഒരു ഏജൻസി വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നമുക്കിതൊരു സ്കാൻ കോപ്പി നമ്മൾ ഏജൻസിക്ക് വേണ്ടി അയക്കുക. അവിടെ നിന്ന് ത്രൂ ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മുടെ വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ എങ്ങനെ നടക്കുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു GNM നേഴ്സ് ആണെങ്കിൽ GNM നേഴ്സിൻ്റെ വെരിഫിക്കേഷൻ എപ്പോഴും നടക്കുന്നത് ത്രൂ അവരുടെ നഴ്സിംഗ് ബോർഡ് ത്രൂ ആയിരിക്കും അവർ വെരിഫിക്കേഷൻ നടക്കുന്നത്. ഇപ്പോൾ ഒരു BSc നേഴ്സ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ബേസ് നേഴ്സ് ആണെങ്കിൽ വെരിഫിക്കേഷൻ നടക്കുന്നത് ത്രൂ യൂണിവേഴ്സിറ്റി ആയിരിക്കും. പിന്നെ നമ്മുടെ എന്താണ് പറയുക, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിലെ HRD ഓർ അവിടുത്തെ ഹോസ്പിറ്റൽ ഡയറക്ടർ ത്രൂ ആയിരിക്കും ആ ഒരു വെരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് ചെയ്തു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു കൂടുതൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഔട്ട്കം പോസിറ്റീവ് വരത്തില്ല. അതാണ് നമ്മുടെ ഡേറ്റ ഫ്ലോയിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഡേറ്റ ഫ്ലോ സമയമെടുക്കും, അത് ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ 1 മന്ത് എടുക്കുന്നവരുണ്ടാവും, 1 to 2 മന്ത് എടുക്കുന്നതുണ്ടാവും. അങ്ങനെ കുറേ സമയം എടുത്തിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സും കൂടെയാണ് ഡേറ്റ ഫ്ലോ വരുന്നത്. പിന്നെ ഡേറ്റ ഫ്ലോയുടെ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡിപ്പെൻസ് ആണ്. ഇപ്പം നമുക്ക് കുറേ ഹോസ്പിറ്റലുകളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്ന അനുസരിച്ചിട്ട് വേണം നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പോകാനായിട്ട്. ഒരു 1 ഇയർ കഴിഞ്ഞ ഒരാൾക്ക് തൊട്ട് മീൻസ് നമ്മുടെ ഡേറ്റ ഫ്ലോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവൻ എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് 2 ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് വന്നപ്പോൾ എനിക്കൊരു 30 to 33 സംതിങ് അത്രയും രൂപയോളമായി. പിന്നെ അതെല്ലാം ഡിപ്പെൻസ് ഓൺ ഏജൻസിയുടെ ഫീസും ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഫീസ് വരുന്നത്. പിന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ എന്തായിരുന്നു, നമ്മുടെ HRD അറ്റസ്റ്റേഷൻ. HRD അറ്റസ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അറ്റസ്റ്റേഷനാണ്. ഈ അറ്റസ്റ്റേഷനിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അവർ വെരിഫിക്കേഷനാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ ഇത് ന്യൂഡൽഹിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ HRD അറ്റസ്റ്റേഷൻ. ഒരു 2004 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ സ്റ്റേറ്റിലും ഇതിപ്പോൾ അവൈലബിൾ ആണ് അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. HRD അറ്റസ്റ്റേഷൻ നമുക്ക് സ്വയമായിട്ടും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ത്രൂ ഒരു ഏജൻസി ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇപ്പം ഒരു ഏജൻസി, ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഏജൻസി ത്രൂ ആണ് ചെയ്തത്. അപ്പോൾ ഏജൻസി ത്രൂ ചെയ്താലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് HRD അറ്റസ്റ്റേഷന് നീഡഡ് ആണ്. അപ്പോൾ നമ്മളൊരു ത്രൂ ഒരു ഏജൻസി ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ HRD അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ എക്സ്പീരിയൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇതുപോലും വേണം, എന്താണ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഓഫർ ലെറ്റർ പോലും നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് വരും. നമ്മൾ അവർക്ക് പ്രോപ്പർ രീതിയിൽ തന്നെ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ സർട്ടിഫിക്കറ്റ്സ് കെയർഫുള്ളായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. അതിനുശേഷം അവർ നമ്മുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണോ എന്ന് നോക്കുന്നുണ്ട്, അതായത് വാല്യൂഡ് ആണോ, നമ്മുടെ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഈ ഒരു GCC കൺട്രിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് മെയിനായിട്ട് അവർ നോക്കുന്നത്. അതായത് നമ്മൾ GCC കൺട്രി ചൂസ് ചെയ്യാൻ പോകുന്ന എല്ലാവരും മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒന്നാണ് HRD അറ്റസ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ചെയ്ത് അവർ നമുക്ക് HRD അറ്റസ്റ്റേഷൻ മെയിനായിട്ട് ചെയ്യുന്ന അവരൊരു സ്റ്റാമ്പും അവരുടെ സിഗ്നേച്ചറും നമുക്ക് തരും. അതാണ് HRD അറ്റസ്റ്റേഷൻ. അതും ഒരു സമയം എടുക്കുന്ന പ്രോസസ്സാണ്, ഒരു 1 മന്ത് എടുക്കും. അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഡിപ്പെൻസ് ഓൺ നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പം നമ്മൾ പറയാം, ഇപ്പോൾ ഒരു ഡയറക്റ്റ് ഒരു BSc പഠിച്ച ഒരാളുടെ കോസ്റ്റ് ആയിരിക്കത്തില്ല GNM കഴിഞ്ഞ് പോസ്റ്റ് BSc എടുത്ത ഒരാൾക്ക് വരുന്നത്. അവിടെ അവർക്ക് 2 എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അവർക്ക് അവിടെ വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിലും വേരിയേഷൻസ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി വേരിയേഷൻ ഉണ്ടാവും ആ ഒരു കാര്യത്തിൽ. ദെൻ നമ്മുടെ HRD അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ നെക്സ്റ്റ് 3ാമത്തെ അറ്റസ്റ്റേഷൻ ആണ് സൗദി എംബസി അറ്റസ്റ്റേഷൻ. അതെന്ന് പറയുമ്പോഴത്തേക്കിന്
ഈ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇത് മൂന്നാമത്തെ വെരിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. ഈ ഒരു വെരിഫിക്കേഷനിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് സൗദി അറേബ്യയിൽ ഈ ഒരു കൺട്രിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, ഒരു അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു അറ്റസ്റ്റേഷൻ കിട്ടി, നമ്മൾ ഓക്കെ നമുക്ക് സീലും അതിനകത്തും ഈ സെയിം തന്നെ ഒരു സീലും ഒരു സ്റ്റാമ്പും ഒരു സിഗ്നേച്ചറും മാത്രമാണ് വരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് നമുക്കൊരു വർക്ക് പെർമിറ്റഡ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഈക്വലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂന്ന്, അതായത് നമ്മുടെ എന്താ ഞാൻ പറഞ്ഞിരുന്ന ഡേറ്റ ഫ്ലോയും നമ്മുടെ HRDയും നമ്മുടെ സൗദി MSc അറ്റസ്റ്റേഷൻ, ഈ മൂന്ന് കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവലായിട്ടുള്ള നമ്മുടെ മെഡിക്കൽ ചെയ്യാനും വിസ പ്രോസസ്സിങ്ങും അങ്ങനെയൊക്കെ നമുക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഫോർ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അറ്റസ്റ്റേഷൻ വരുന്നത്. ഇത് നമ്മുടെ സൗദി എംബസിയുടെ അറ്റസ്റ്റേഷനും ഇതേപോലെ തന്നെ ഇവിടെ നമ്മുടെ എന്താ പറയുക HRD അറ്റസ്റ്റേഷനും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ്സിൻ്റെ പുറകിൽ. അപ്പം അത് കുറേ ഉണ്ട്. അപ്പോൾ 3-4 സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ്സിന് പുറകിൽ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ അറ്റസ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ സീ യു സൂൺ.